ഹലോ, അസ്സലാമു അലൈക്കും. മൂസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നല്ലൊരു മാങ്ങട്ട് മീൻ മുളക് ഇടുക കേട്ടോ. വേറെ ഒന്നും ചേർക്കരുത്, തക്കാളി പിന്നെ പുളി ഒന്നും ചേർക്കരുത്. നല്ല ടേസ്റ്റിയാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അതിന് ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഞാൻ പേസ്റ്റാക്കി വെച്ചിരുന്നു. പിന്നെ 2 അയില ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 2 അയില, വലിയ 2 അയിലേന്, ചെറുതായാലും വലുതായാലും 2 അയില. കൂട്ടാൻ കുറേ വേണമെങ്കിൽ കുറേ എടുക്കുക. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഒക്കെ അരിഞ്ഞ് വാങ്ങിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. അയില ഇരിക്കട്ടെ. അപ്പം നമ്മളെ അയില അതാ മുറിച്ച് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നത്. വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ച് അല്ലെങ്കിൽ ചോര ഇങ്ങനെ വാർന്നുകൊണ്ട് നിൽക്കില്ലേ. അപ്പം അതിൽ തന്നെ എടുത്ത് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പിന്നെ അപ്പം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് പിന്നെ ഇത് ചെയ്യാം. അപ്പം നമ്മൾ തീ കത്തിക്കട്ടോ. ഗ്യാസ് കത്തിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ തുറന്നതായിരുന്നു. അപ്പം അതിൻ്റെ ഇതായിട്ടുണ്ട്. അപ്പം 1/2 സ്പൂണ് കടുക് ഇട്ട് 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടോ. ഞാൻ നന്നായി പൊട്ടട്ടെ. അപ്പം നല്ല ഉലുവയും കടുകും പൊട്ടി. അപ്പം ഇതിലേക്കൊന്ന് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി കുറച്ചധികം വേണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറിയുള്ളിക്ക് വില ഇല്ലല്ലോ, വില കുറവല്ലേ. അപ്പം നമുക്ക് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കാം. അതിൽ ഞാനൊരു പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. എണ്ണയിൽ ഒരു പച്ചമുളക് ഇത് നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ ഉള്ളി നന്നായി ചോന്നിക്കുന്നു. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുത്ത്, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി പച്ച മണമൊക്കെ പോട്ടെ. ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കരിവേപ്പില ഇടുന്നു. ഇടുന്നത് 1 സ്പൂണ് സാദാ മുളക് പൊടി കേട്ടോ. പിന്നെ ഇടുന്നത് കാശ്മീരിയാണ്. അത് 2 സ്പൂൺ ഇടുന്നുള്ളൂ. രണ്ടും കൂടെ നന്നായി വഴന്ന് വരുമ്പോൾ മാങ്ങ കഷ്ണം ഇട്ട് കൊടുക്കുക. മാങ്ങ കഷ്ണം ഇട്ട് നന്നായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നന്നായി ഇളക്കി ലേശം കൂടെ വെള്ളം ഒഴിച്ചെടുക്കും. വെള്ളം നന്നായിട്ട് വെള്ളം നല്ല വെന്ത് ഇതാകുമ്പോൾ സാറ് പാകമാകും. അപ്പം ഇനി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഇനി മൂടി വെക്കും. ഇനി ഇതിലൊന്നും ചേർക്കുന്നില്ല. ഇനി മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് അവിടെ കിടന്ന് നല്ല വേണ്ട. അപ്പം നമ്മൾ തുറന്ന് വെക്കുക കേട്ടോ. നല്ല തിളക്കുന്ന കിടന്നിട്ട് മാങ്ങ. പിന്നെ ഇതിലേക്ക് ഇനി മീൻ പെറുക്കിയിടുക കേട്ടോ. മീൻ പെറുക്കിയിട്ട് കൊടുക്കുക. മീൻ കിടന്നിട്ട് നല്ല ബന്ധമായിട്ട് അപ്പം നല്ല ടേസ്റ്റി. അപ്പോൾ നമ്മളെ കറി തുറന്ന് വെക്കുക കേട്ടോ. ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല, വെച്ചിട്ട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിലായതുകൊണ്ട് പിന്നെ ഇളക്കിയാലും പിന്നെ ഒടിയൊന്നുമില്ല.
ഒന്നും കൂടെ ആട്ടെ. ഒരു തീ ഓഫാക്കാൻ പോവുകയാണ്. കറിയൊക്കെ നല്ല ഞാൻ ലേശം ഉലുവയും കടുകും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ലേശം ഇട്ട് കൊടുത്താൽ കറിവേപ്പിലിട്ട് തീ ഓഫാക്കി ഈ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ചെടുത്താൽ ഇത് മൂടി വെക്കാം. നമ്മളെ കറി റെഡി, മാങ്ങാക്കറി റെഡി ആയിട്ടോ. ചട്ടിയിലായതുകൊണ്ട് കുറച്ച് നേരം തിളക്കും. നമ്മളെ മാങ്ങക്കറിയൊക്കെ റെഡി ആയിട്ടോ. മാങ്ങ മാത്രം ഇട്ടിട്ട് മീൻ കറി വെച്ച് നോക്കി. മത്തിയാണെങ്കിലൊക്കെ എന്താണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.